എത്രത്തോളം ഒബ്സർവൻ്റ് ആണ് ജയൻ? ജയൻ്റെ ഒരു നിരീക്ഷണം ഞാൻ എങ്ങനെയാണ്, എനിക്ക് പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്. ആൻസൺ പോൾ എന്ന് പറയുന്ന ഒരു ആക്ടർ വന്ന് പറഞ്ഞു, ഞാൻ ഫിലിം ഫെയറിൽ ജയസൂര്യ വന്നപ്പോൾ ഞാൻ അവിടെ വെച്ച് എനിക്ക് കാണാൻ എന്നുണ്ടായിട്ടാ വരണം എൻ്റെ സുസുധി വാൽമീകത്തിൽ ഇതേപോലെ ഒരു എന്ന് വെച്ചാൽ ജയൻ അതൊരിക്കലും അറിഞ്ഞു വിളിച്ചതല്ല. പക്ഷേ ജയൻ അയാളെ കണ്ടപ്പോൾ യെസ്, ആ ക്യാരക്ടർ ചെയ്യാൻ ഇയാളാണ്, കാര്യം ആ ഹൈറ്റിന് ഇയാളാണ് ആവശ്യമെന്ന് അത്തരത്തിൽ എത്രത്തോളം നിരീക്ഷിക്കും ജയൻ? ഇല്ല ജയന്തി, ഒരു സിനിമയുടെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഒരുപാട് ആക്ടേഴ്സിനൊക്കെ ചിലപ്പോൾ ആവശ്യം വരും. അപ്പോൾ നമ്മൾ ആ ഡിസ്കഷനിൽ ഫുൾ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇത് ആര് ചെയ്താൽ നന്നാവും, ഒരു പുതിയ ഒരാളെ തപ്പാം അല്ലെങ്കിൽ പുതിയ ഒരാളെ നോക്കാം എന്നൊക്കെ പറയുന്ന ചിലപ്പോൾ ഡിസ്കഷൻ ഉണ്ടാകും. അപ്പം പിന്നെ നമ്മൾ ചുറ്റിന് നമ്മൾ എന്തറിയോ, പിന്നെ ചുറ്റിനും കാണുന്നതൊക്കെ അവരെ തന്നെ ആയിരിക്കും. അവരെ നമ്മുടെ ക്യാരക്ടർ വെച്ച് നമ്മൾ നോക്കുക, ഇവന് ആ ലുക്ക് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ ജിമ്മിൽ വെച്ചിട്ടാണ് ആൻസൺ പോളിനെ കാണുന്നത്. അപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഇവന് നല്ല രസമുണ്ടല്ലോ, നല്ല ഹാൻസമാണ്, കാരണം നായകനേക്കാൾ ഹാൻസം ആയിരിക്കണം അത്. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് നല്ല സുന്ദരം പയ്യൻ. അപ്പോൾ ഞാൻ വെച്ചാൽ കണ്ടിട്ടുണ്ട് മോഡലിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ, ആ മോഡലിംഗ് ചെയ്യേണ്ടേട്ടാ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് നമ്പറും തരണം, എനിക്ക് കുറച്ച് ഫോട്ടോസ് അയച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഫോട്ടോസ് അയച്ചു തന്ന് ഞാൻ രഞ്ജിത്തിന് അയച്ചു കൊടുത്തു. ഞാൻ പറഞ്ഞു ആൻസൺ പോൾ എന്നാണ് അവൻ്റെ പേര്, ഭയങ്കര രസമുള്ള പയ്യനാണ്, നിങ്ങളൊന്ന് കാണും, ഇഷ്ടമാവും, അവനെ നമുക്ക് ക്യാരക്ടർ കൊടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് വിജയ് ബാബു എന്നുള്ള ക്യാരക്ടർ ആൻസൺ പോൾ ചെയ്യണം. അപ്പോൾ അല്ല, അതൊക്കെ ഒരു നിമിത്തം, ഇതിപ്പോൾ ഞാനല്ലെങ്കിൽ വേറെ ആൾ എന്തെത്തത്രേ ഉള്ളൂ, വലിയ സംഭവമൊന്നുമില്ല.